എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇഡ്ഡലിയും ദോശയ്ക്കും വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ദോശ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ മാവ് സെപ്പറേറ്റ് ആണ് അരയ്ക്കുന്നത്, രണ്ടും രണ്ട് രീതിയിലാണ്. എന്നാൽ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മാവാണ്. അപ്പോൾ ഒരേ അരി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ ഒരാഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് പച്ചരിയാണ്. ഇവിടെ ഇഡ്ഡലി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദോശ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വലിയ തരികളുള്ള പച്ചരി നോക്കിയെടുക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മട്ട അരി അല്ലെങ്കിൽ ഏതെങ്കിലും പുഴുക്കലരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചുവന്ന കളറിലുള്ള അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ള കളറിലുള്ള പുഴുങ്ങലരിയും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പുഴുങ്ങലരി ചേർത്ത് കൊടുക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ലൊരു ഉറപ്പും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. ഈ ഒരു ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ലൊരു രുചി കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരാനും ഈ ഉലുവ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ നമ്മൾ 3 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 1 കപ്പിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഉഴുന്നും അരിയും എല്ലാം നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയും ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചോറും കൂടി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ മട്ട അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചോറെന്ന് പറയുന്നത് ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശ ഇഡ്ഡലി ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഉഴുന്നും പകുതി ചോറും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് തന്നെ ഇത് കുതിർക്കാനും വെക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് തന്നെ ഇത് അരയ്ക്കാനും ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ദോശയൊക്കെ കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിലൊരു 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഇത് ഒരുപാട് കൂടിപ്പോകരുത്, കാരണം നമ്മൾ ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് കുറച്ച് കട്ടിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് മാവ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് അരയ്ക്കുക. അതുപോലെ തന്നെ അരി വേണമെങ്കിൽ കുറച്ച് തരിതരികളായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലിക്ക് കുറച്ച് തരിതരികളായിട്ട് കിടക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ടും സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരി 2 തവണകളായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചോറ് കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇതിന് മുകളിലായിട്ട് നിൽക്കണം. ആ ഒരു അളവിലാണ് വെള്ളം വെക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അരിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആകുക. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം മാവ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മാവ് ഞാനിതുപോലെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഒരാഴ്ച വരെ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അരച്ച് നന്നായിട്ട് ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ ഇത് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് പുളിച്ച് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടതിന് ശേഷം വെക്കുക. ഇപ്പോൾ ഇത് ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടണമെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി പുളിച്ച് വരണം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മാവ് എടുക്കുകയാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ മാവും കൂടെ ഇളക്കിയിട്ട് നമ്മൾ വെക്കരുത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള മാവ് മാത്രം ഇതുപോലെ മാറ്റിയിട്ട് ഉപ്പ് ചേർക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇനി ബാക്കിയുള്ള മാവാണിത്. അപ്പോൾ ഇത് നമ്മൾ അനക്കാതെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതൊരുപാടിട്ട് ഇളക്കരുത്. അപ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ച മാവിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാവ് ഇത്രയും കട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരുപാടിട്ട് ഇളക്കിയിട്ട് ഈ മാവിൻ്റെ ഒരു ഫ്ലഫിനെസ് കളയരുത്. അപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി നമുക്ക് വേവുമ്പോൾ ഇളക്കിയെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പം നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തട്ട് ഇഡ്ഡലി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി കുറച്ച് വേവുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും. അപ്പോൾ അത് മുകളിലത്തെ തട്ടിൽ വന്ന് മുട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അതിലേക്ക് വെക്കുന്നുണ്ട്. അതിന് മുകളിലാണ് അടുത്ത തട്ട് വെക്കുന്നത്. അപ്പോൾ താഴത്തെ ഇഡ്ഡലി മുകളിൽ വന്ന് മുട്ടില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് ആവിയിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ടിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഇതിന് മുകളിലൊന്ന് തളിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഇഡ്ഡലി നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ചൂടോടെ മാറ്റുകയാണെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് മാറ്റിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതും ഇത് ഇഡ്ഡലി പെട്ടെന്ന് ഇളകി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും അരച്ചൊക്കെ വെച്ചാലും നന്നായിട്ട് പൊങ്ങി വന്നിട്ട് മാത്രം നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുക. അല്ലെങ്കിലും പൊങ്ങി വന്നില്ലെങ്കിലും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആകില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ 2 ടൈപ്പിലെ ഇഡ്ഡലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കുഷ്ബു ഇഡ്ഡലി ആയിരുന്നു, ഒന്ന് കാഞ്ചീപുരം ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ കുഷ്ബു ഇഡ്ഡലി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. പക്ഷേ അതിൽ നമ്മൾ സോഫ്റ്റ് ആവാൻ വേണ്ടി ചോറോ പുഴുങ്ങലരി ഒന്നും ചേർക്കുന്നില്ല. പകരം മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്തത്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അത് ഇതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇഡ്ഡലി നല്ല പഞ്ഞി പോലെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവിൻ്റെ കട്ടി വെച്ചിട്ടാണ് നമ്മൾ സ്പോഞ്ച് ദോശ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് നിങ്ങൾക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ദോശ, അതായത് സ്പോഞ്ച് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തിക്നെസ് മതി. അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരേ മാവ് മതി നമുക്കിനി തയ്യാറാക്കി എടുക്കാൻ. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ എന്തായാലും ഇഡ്ഡലി റൈസ് നിങ്ങൾ നോക്കിയെടുക്കുക. ഇഡ്ഡലി റൈസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു രീതിയിൽ ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ദോശയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇതുപോലെ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ ഫ്രിഡ്ജിൽ മാവ് തയ്യാറാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ദോശകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ ഇഡ്ഡലിയും ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കി വെക്കാറുണ്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള ദോശകൾ നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാം. ചീസ് ഇട്ടും അതുപോലെ തന്നെ മുട്ടയൊക്കെ ഒഴിച്ചിട്ടുള്ള ദോശ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ ചപ്പാത്തി അധികം നാൾ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്